എയർപോർട്ടിൽ വെച്ച് ബാഗ് മിസ് ചെയ്യൽ ഉടൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എയർപോർട്ടിലെ എയർലൈനിന്റെ ബാഗേജ് സർവീസ് ഡെസ്കിൽ പോയി പ്രോപ്പർട്ടി ഇറഗുലാരിറ്റി റിപ്പോർട്ട് ഫയൽ ചെയ്യണം. അതിനൊരു കോപ്പി കയ്യിലും വെക്കണം, കാരണം നമുക്ക് ഈ കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാനൊക്കെ അത് ആവശ്യം വരും. രണ്ടാമത്തേത് ഓൺലൈനായി പരാതി നൽകുക എന്നുള്ളതാണ്. അതായത് എയർലൈനിന്റെ വെബ്സൈറ്റിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓൺലൈൻ ഫോളോ അപ്പുകൾക്ക് കുറച്ചുകൂടി വേഗത്തിലുള്ള റെസ്പോൺസും കിട്ടാറുണ്ട്. അടുത്തത് എയർ ടാഗ് അല്ലെങ്കിൽ ട്രാക്കർ. അതായത് ബാഗിൻ്റെ ഉള്ളിൽ ബ്ലൂടൂത്ത് ട്രാക്കറോ അല്ലെങ്കിൽ ആപ്പിൾ എയർ ടാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്പ് തുറന്ന് നമുക്ക് ഈസി ആയിട്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം സ്മാർട്ട് ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ നോർമലി എല്ലാവരും യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ്. ഇനി നഷ്ടപരിഹാരം. ബാഗ് വൈകിയാൽ ഓരോ ദിവസത്തിനും ഒരു എമൗണ്ട് കോമ്പൻസേഷനായിട്ട് ലഭിക്കും. അതിന് ആദ്യം കൊടുത്ത PIRക്കൊപ്പം ഒരു കോമ്പൻസേഷൻ ക്ലെയിം കൂടി വെക്കണം. ഇനി 21 ദിവസത്തിനുള്ളിൽ ബാഗ് കിട്ടിയില്ലെങ്കിൽ അത് ഔദ്യോഗികമായി നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടും. ഈ സാഹചര്യത്തിൽ പൂർണ്ണ നഷ്ടപരിഹാരത്തിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി ബാഗിന് എന്തെങ്കിലും ഡാമേജ് വന്നാലോ? അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഡാമേജ് എയർലൈൻ ബാഗേജ് സർവീസ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ബാഗേജ് ടാഗ് നമ്പറുകൾ, വസ്തുക്കൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി കൊടുക്കണം. മറ്റൊരു കാര്യം, ബാഗ് നേരെ താമസ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. അതുകൊണ്ട് എയർലൈനിന് നിങ്ങളെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകണം. പല എയർലൈനുകളും ബാഗ് കിട്ടിയ ശേഷം നേരിട്ട് താമസ സ്ഥലത്ത് എത്തിക്കാറുണ്ട്. ഒരു ബോണസ് ടിപ്പ് കൂടി പറയാം. അതായത് യാത്രയ്ക്ക് മുമ്പ് നിങ്ങളുടെ ബാഗിൻ്റെയും അതിലുള്ള സാധനങ്ങളുടെയും ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് വലിയൊരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് സഹായിക്കും.